എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഇന്ന് റെസിപ്പി വീഡിയോ അല്ല, ചെറിയൊരു ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വർഷം 10 വർഷം തികഞ്ഞിരിക്കുവാണ്. നിങ്ങളെന്നോട് ചോദിക്കാറില്ലേ വ്ളോഗ് എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയൊരു മടിയാണ്. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം വീഡിയോസൊക്കെ എടുക്കും. ഈ വർഷം തന്നെ ആഷിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും എൻ്റെ ബർത്ത്ഡേക്കും എന്ത് വിശേഷ ദിവസമൊക്കെ ഉണ്ടെങ്കിലും വീഡിയോസൊക്കെ എടുക്കും. പക്ഷേ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ ഈ കസിൻ ഉൾപ്പെടെ എൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇത് വെറുതെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് കളിയാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പേരുദോഷം മാറ്റാമെന്ന് വിചാരിച്ച്, അത് മാത്രമല്ല എൻ്റെ കയ്യിൽ വേറെ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ തീർന്നു പോയി. അപ്പോൾ ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യുവാണ്. കുറച്ചൊരു പഴക്കമുള്ള വ്ളോഗാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ മന്ത് ഏതായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ തല്ലും. അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മോൻ്റെ സ്ലീപ്പ് ടൈമിംഗ് അനുസരിച്ചാണ്. അത് കുറച്ച് മെസ്റ്റപ്പാണ്. അപ്പോൾ ഇതൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് അരുൺ ചേട്ടൻ കേക്കൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നു. അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു. തപ്പ് കിട്ടുന്നത് എങ്ങനെ ആഷ്? തപ്പ് കിട്ടുന്നത് എങ്ങനെ? തപ്പ് കിട്ടുന്നത് എങ്ങനെ? തപ്പ് കിട്ടുന്നത് എങ്ങനെ? അപ്പോൾ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല. കേക്ക് കട്ട് ചെയ്യണം, പിന്നെ ഒന്ന് ഡിന്നറിന് പോകണം, അത്രയേ ഉള്ളൂ. എൻ്റെ കസിൻസ് ഇവിടെ ഹൈദരാബാദിൽ ജോബ് കിട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗേറ്റ് പാസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ കുഞ്ഞിന് ഞാൻ രണ്ടാമത്തെ ഫുഡും അവൻ്റെ മെഡിസും ഒക്കെ കൊടുത്തു. കാരണം കുഞ്ഞിന് പുറത്ത് പോയാൽ അവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അവന് സ്ട്രിക്റ്റ് ഡയറ്റാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് കേക്ക് കട്ടേണ്ടല്ലേ, അപ്പോൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെയർസൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഹൈദരാബാദിലുള്ളവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ദ വിസ് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കേഴ്സാണ്. നല്ല ഭംഗിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. ഇപ്രാവശ്യം ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. ഒരാൾക്ക് വരാൻ പറ്റിയില്ല, ജോലി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നെയ്ബേഴ്സിനെ ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെപ്റ്റംബറിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് കുഞ്ഞിന് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത്രയ്ക്ക് നല്ലൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. ഞങ്ങൾ ഓണം തന്നെ ആഘോഷിച്ചത് എന്താ പറയുക, ഒരു വാശിക്ക്, അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ആകെ എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് October 16th നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേക്കറിൻ്റെ അടുക്ക തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്തു. October 16th നമ്മൾ ഇത് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. September 16th ആയിരുന്നു യഥാർത്ഥത്തിലുള്ള ഞങ്ങളുടെ ആനിവേഴ്സറി. നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിൽ ഫൈൻഡ് എ വേ എന്ന് പറയില്ലേ, നമ്മളും കുറേ നാൾ കഴിയുമ്പോൾ പിന്നീട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കും. അപ്പം സെലിബ്രേറ്റ് വെനെവർ യു ക്യാൻ, നമ്മളും നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അന്നൊരു നല്ല ദിവസമായിരുന്നു October 16th. കുറേ നാളുകൾക്ക് ശേഷം ഒരു ടെൻഷനും ഇല്ലാതെ. സാധാരണ എനിക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കുഞ്ഞിനായിട്ട് പോകാനൊരു പേടിയും ടെൻഷനും ഒക്കെയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അങ്ങനൊരു ചിന്തയും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ ന്യൂലി മാരീഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ കാണാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഞങ്ങളൊന്ന് ഇത് കണക്ക് റെസ്റ്റോറൻറ്റിൽ ഒന്നുകൂടെ പോയി നോക്കി. അന്ന് പക്ഷേ എല്ലാം മൊത്തത്തിൽ അലമ്പായിട്ട് ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സാരമില്ല. കല്യാണം കഴിഞ്ഞ ഒരു ആദ്യത്തെ 6 വർഷം നമ്മളിത് കണക്ക് എല്ലാ റെസ്റ്റോറൻറ്റിലും പോയി ഫുഡ് കഴിക്കുക, പുതിയ പുതിയ റെസ്റ്റോറൻറ്റിൽ കണ്ടുപിടിക്കുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു കലാപരിപാടി. വേണമെന്നുണ്ടെങ്കിൽ അന്നൊരു ഫുഡ് ബ്ലോഗറൊക്കെ ആകായിരുന്നു. അപ്പോൾ ആ വാശിക്കുട്ടി നമ്മുടെ കൂടെ അങ്ങനെ വരാനും സാരമില്ല. അപ്പോൾ ഈ സമയത്ത് അവിടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറി വിഷ് ചെയ്യാനായിട്ട്. അമ്മ ഞാൻ കേക്കൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഈ പൂക്കളൊന്നും കളയാനായിട്ടൊരു മടി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണ്. അത് സൂക്ഷിച്ചെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ നെയ്ബേഴ്സിനെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ആസ് യൂഷ്വൽ ഞങ്ങൾ ഇപ്പോഴേ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹോട്ടൽ, ഒരു 10 മിനിറ്റ് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ 2012 ഞങ്ങളുടെ കല്യാണം. അന്ന് ഞാൻ കോഗ്നിസൺ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. മാട്രിമോണിയിൽ പ്രൊഫൈൽ കണ്ടിട്ടാണ് അരുൺ ചേട്ടൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കഥയെന്ന് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് മോശമില്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്യാമ, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവളാണ് മൈ ഡോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനാന്നുള്ള രീതിയിൽ ആ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്പർ കൊടുത്തിരിക്കുന്നത് അച്ഛൻ്റെയാണ്, എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചാറ്റൊക്കെ ഡിസേബിൾഡ് ആണ് അന്നത്തെ ആ ഒരു രീതിയിൽ. അപ്പോൾ അത് കണ്ടിട്ട് അരുൺ ചേട്ടൻ എൻ്റെ അച്ഛനെ കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഞാനും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, എൻ്റെ നമ്പർ നേരിട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്നെ വിളിച്ചോളായിരുന്നു. പക്ഷേ ഇത് എന്നോട് പറയുന്ന കാര്യം അച്ഛൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നമ്മുടെ ബാംഗിൾസ് അല്ലേ, വള ഉണ്ടാക്കുന്ന ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരാളിരുന്നത് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നി ഫോറിനേഴ്സൊക്കെ വരുവാണെന്നെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബഫയാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥ ബാക്കി പറയാം.
അപ്പം അന്ന് എനിക്ക് ഒത്തിരി ജോലിയുള്ള സമയമാണ്. ഞാൻ ഫ്രഷറായിട്ട് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. ടീമിൽ നിന്ന് കുറേ പേരൊക്കെ പോയി. അങ്ങനെ ഭ്രാന്തെടുത്ത് എങ്ങനെയെങ്കിലും ഇത് തീർത്തിട്ട് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഉച്ചയ്ക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരുന്ന മിക്കവാറും ലോൺ വേണോ, അല്ലെങ്കിൽ സ്കാമും, അല്ലെങ്കിൽ ഈ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാനൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. പക്ഷേ എങ്കിലും അറിയാത്ത നമ്പറാണെങ്കിലും നമ്മൾ എടുക്കും. നമ്മൾ അറിയാവുന്നവരാരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ പുതിയ നമ്പറാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അരുൺ ചേട്ടൻ എന്നെ ആദ്യമായിട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഹലോ ചിന്നു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഞാൻ അരുൺ വിജയനാണ്, നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടോയെന്നോ അങ്ങനെ എന്തോ ക്യാൻ വി ടോക്ക് എന്തോ ചോദിച്ചു. അപ്പം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് അറ്റൻഡ് ചെയ്തത്. അരുൺ വിജയൻ, ഞാൻ കേട്ടിട്ടുകൂടി ഇല്ലാത്ത പേര്. അപ്പം എനിക്കറിയാത്ത ആരോ ആണ്. ലോണിന് എന്തോ വിളിക്കുകയാണെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു സോറി ഐ എം വെരി ബിസി ആൻഡ് ഓൾസോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കണ്ടുമുട്ടലോ കേട്ടുമുട്ടലോ എന്നൊക്കെ പറയാം. ആളാകെ വല്ലാണ്ടായെങ്കിലും അരുൺ ചേട്ടൻ അന്ന് ഒന്നുകൂടെ എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല. അങ്ങനെ അഞ്ചേട്ടൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു മോളെ നമ്പർ തന്നു. പക്ഷേ മോളെ വിളിക്കുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞ് കട്ട് ചെയ്യുക ചെയ്തതെന്ന്. അപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുന്നത്. പിന്നീട് അരുൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനമാണ്, എന്ത് അഹങ്കാരമാണ്, എടുത്തടിച്ച പോലെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കോള് കട്ട് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എന്തോ സ്കാമേഴ്സ് ആണെന്നോ ലോണിൻ്റെ ആണെന്നോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ അന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ്റെ മിസ് കോൾ കണ്ട് തിരിച്ച് വിളിക്കുമ്പോൾ ഇതാണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ട് മാട്രിമോണിയിൽ നിന്ന് വിളിച്ചതാണെന്നൊക്കെ അറിയുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും ഞാൻ അച്ഛനോട് വഴക്ക് പറയുകയാണ്, എന്തിനാണ് ഒരു പരിചയമില്ലാത്ത ഒരാളിൻ്റെ നമ്പർ കൊടുക്കുന്നത്. അന്ന് ഞാൻ ഭയങ്കര നാരോ മൈൻഡഡ് ആണ്. നമ്മുടെ കൂടെ പഠിച്ചതോ നമ്മുടെ കൂടെ ജോലി ചെയ്തതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതെങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാളിന് ധൈര്യത്തിൽ നമ്പറൊക്കെ കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ മര്യാദയാണ്, തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വിളിച്ചു, സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ കഥ ബാക്കി ഞാൻ പിന്നെ പറയാമേ. അപ്പോൾ ഇവിടെ കുറച്ച് സാലഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. പലതരം ഡ്രസ്സിംഗ് ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ആശുവിന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് കുറച്ച് എടുത്തു. പക്ഷേ മോൻ അടുപ്പിച്ച പോലും ഇല്ല, അതൊന്നും വായിലോട്ട് കൂടി കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ മേക്ക് യുവർ ഓൺ പാനിപൂരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൂലു ഒന്ന് പാനിപൂരി ഇവിടെ ഉണ്ടാക്കുവാണ്. നമുക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കാം. ഈ നോർത്ത് ഇന്ത്യൻസിനും പിന്നെ അതുപോലെ ഇവിടെ ഉള്ളവർക്കുമൊക്കെ ഈ പാനിപൂരീസ് ഭയങ്കര ഇഷ്ടമാണ്, എന്താ പറയുക ക്രേസാണ്. പക്ഷേ എനിക്കെന്തോ അത്രയ്ക്ക് വലിയ താല്പര്യം തോന്നാത്തൊരു കാര്യമാണ് പാനിപൂരി. കുഴപ്പമില്ല, കഴിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രൗൺ കീൻവയുടെയൊക്കെ കോമ്പിനേഷൻസും ഒക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ബൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. പണ്ട് ഞാൻ ഓഫീസിലുണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് വരെ ഒന്നുകൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ മിൽക്ക് ബണ്ണും സ്ട്രോബെറി ജാമും ഒക്കെ ഹോം മെയ്ഡ്. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഞാൻ മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞാൻ സൗണ്ടൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ടേസ്റ്റിയാണെന്ന് നെയ്ബേഴ്സും ഒക്കെ നമ്മളെ കൊണ്ട് പിന്നീട് ശരിക്കും പറയുന്നത് എന്നെക്കൊണ്ട് എപ്പോൾ കൊടുത്താലും പിന്നെയും ഉണ്ടാക്കിപ്പിക്കും, ഒന്നുകൂടെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ കുറേ ഇന്ത്യൻ ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയമായപ്പോഴത്തേക്കും ഞങ്ങളുടെ വരയ്ക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അരുൺ ചേട്ടൻ്റെ പ്ലേറ്റ് കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ പ്ലേറ്റ് എപ്പോഴും ഒരു ഹാഫ് എംറ്റി ആണ്. ഞങ്ങളെ കൊണ്ടുവന്നതേ വേസ്റ്റാണെന്ന് അരുൺ ചേട്ടൻ പറയാറുണ്ട്. എന്നാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്. എങ്കിലും അരുൺ ചേട്ടൻ ഫുഡ് എടുത്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഡെസേർട്ട് കഴിച്ചാൽ ഒന്നിനും ഒരു ടേസ്റ്റ് തോന്നില്ല. അങ്ങനെ ഫുള്ളായിട്ടാണ് നമ്മളിരിക്കുന്നത്. പിന്നെ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നല്ല ഡെസേർട്ട്സൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഉള്ളതൊക്കെ നമ്മൾ എങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ റെസിപ്പീസിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ കണ്ടു. ഇതുവരെ ഫീഡ്ബാക്ക് അറിയിക്കാത്തവർ ദയവേത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചിക്കൻ കുറുമയുടെ റെസിപ്പി ഞാൻ ലാസ്റ്റാണ് ക്രിസ്മസിൻ്റെ അന്നാണ് അപ്ലോഡ് ചെയ്ത്, കുറച്ച് ലേറ്റായിപ്പോയി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഈസിയാണ്, നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാൾ ഈസിയാണ് അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. നല്ല ടേസ്റ്റീവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. കുഞ്ഞവിടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അവിടെ വീഡിയോ ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂലും കുറച്ച് നേരം കളിച്ചു.
അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ കഥയുടെ ബാക്കി ഞാൻ പറയട്ടെ. അങ്ങനെ ഞാൻ അരുൺ ചേട്ടനെ ഫോൺ ചെയ്തു, സോറിയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അരുൺ ചേട്ടൻ എന്നെ നാട്ടിൽ വന്ന് കാണാനായിട്ട് സമയമില്ല, അതുകൊണ്ട് ചെന്നൈയിൽ വന്ന് കാണാമെന്ന് പറയുന്നത്. അന്ന് അഞ്ചേട്ടൻ ഹൈദരാബാദിൽ ജോലി ചെയ്യാണ്. ചെന്നൈയിൽ എയർപോർട്ടിനും ഞാൻ വർക്ക് ചെയ്യുന്നതിനും നടുക്കായിട്ടൊരു സ്ഥലം പറഞ്ഞു, അവിടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത ടെൻഷനായി, ഒരാൾ അങ്ങോട്ട് ചെന്ന് കാണണം. പക്ഷേ എനിക്ക് അതിനത്രയ്ക്കുള്ളൊരു ധൈര്യമൊന്നും വന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ചെന്നൈയിൽ തന്നെ വേറൊരു സ്ഥലത്താണ്. കണ്ണനെ വിളിച്ചു. കണ്ണനെയും ശ്യാമയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ അരുൺ ചേട്ടനെ കാണാൻ പോകുന്നത്. ബാക്കി കഥ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഇതാണ് ലൂലു കൊണ്ടുവന്ന ഗിഫ്റ്റ്. ഐക്കേന്ന് വാങ്ങിച്ചിട്ട് വന്ന ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കോർ പ്ലാന്റാണ്. ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ തന്നെ അന്നോട്ട് വെച്ചിരിക്കുവാണ്. നമ്മുടെ കേക്കിൽ നിന്ന് എടുത്ത പൂക്കളൊക്കെ ഞാൻ ചുമ്മാ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസം ഇത് വാടാതിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അഞ്ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ്. അഞ്ചേട്ടൻ ഒരു കിൻഡിൽ വാങ്ങിക്കാനിരിക്കുമായിരുന്നു, അപ്പോൾ ഇത് വാങ്ങിച്ചു ഇടയ്ക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അഞ്ചേട്ടൻ എനിക്ക് വാങ്ങിച്ചത്, റോഡിൻ്റെ ഒരു മൈക്രോഫോൺ. നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊന്നും ഞാൻ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടില്ല, ഫോണിലേക്ക് നേരിട്ട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോസിലൊക്കെ എൻ്റെ വോയിസ് ഭയങ്കര ഫണിയായിരുന്നു. കുറേ പ്ലഷ് കംഫർട്ടറിൻ്റെയൊക്കെ നടുക്ക്, ബെഡ്ഷീറ്റിൻ്റെയൊക്കെ നടുക്ക് ഫോൺ എടുത്ത് വെച്ചിട്ടായിരുന്നു അന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. ഭയങ്കര ഫണിയായിരുന്നു വോയിസ്. പിന്നീട് മോണിറ്റൈസൊക്കെ ആയതിനു ശേഷമാണ്, ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ചെറിയൊരു മൈക്രോഫോൺ മേടിക്കുന്നത്, ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒടിഞ്ഞു, ഇനി ഇത് ഉപയോഗിച്ച് തുടങ്ങണം. ഇതുവരെ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലൂലു നമ്മുടെ ഇൻഡോർ ഡെക്കോർ പ്ലാന്റ് കൂടാതെ ഒരു വെനിലയുടെ നല്ല ഒരു ക്യാൻഡിൽ, നല്ല സ്മെല്ലുള്ളൊരു ക്യാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മൈക്കയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് അറിയാം, ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല വ്ളോഗ് ചെയ്യുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ പറയുക, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരിക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.